ഹലോ ഹായ് നമസ്കാരം, ഞാൻ മഹാദേവൻ തമ്പി. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അബ്ദുൾ റഹീം ആരാണെന്ന്. ഈ നമ്മൾ മലയാളികളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ആക്ച്വലി GCC കിടക്കുന്ന റഹീമിന് വേണ്ടിയിട്ട് നമ്മൾ കോടികളാണ് ശരിക്കും പറഞ്ഞാൽ സ്വരുക്കൂട്ടിയത്. നമ്മൾ പല ആൾക്കാർക്കും ഇത് അറിയില്ലായിരുന്നു. ബോച്ചെ എന്ന് പറഞ്ഞൊരാൾ ലീഡ് ചെയ്ത് റഹീമിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും കാശ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ബോച്ചെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇറങ്ങി. അല്ലാണ്ട് ഒത്തിരിയും നല്ല സംഘടനകളും ട്രസ്റ്റുകളും ഒക്കെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടായിട്ട് കാശ് അയച്ചു. എന്നാലും ബോച്ചയുടെ സംഭാവന ഒട്ടും നമുക്ക് തള്ളിപ്പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോഴാണ് എനിക്ക് സങ്കടപ്പെടുത്തിയ കുറേ മെസ്സേജസും കമൻറ്റുകളുമൊക്കെ. അപ്പോൾ എനിക്കത് പ്രതികരിക്കണമെന്ന് തോന്നി. ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒത്തിരിയും കമൻസും പല ഗ്രൂപ്പുകളിലുണ്ട്. പക്ഷേ എന്തിനാണ് ഒരു വ്യക്തികളെല്ലാം നോക്കണ്ട, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട്. ഒരു കുടുംബത്തിലുള്ള ഒരാൾ ഒരു താങ്ങാണ് ആക്ച്വലി, ഒരു ഗൃഹനാഥനെയാണ് ആക്ച്വലി മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം കാശ് സ്വരുക്കൂട്ടിയത്. സോ എനിക്ക് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു മോഡലുണ്ട്, പാപ്പിയമ്മ. ഞാൻ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മോഡലാണ്. 98 വയസ്സുണ്ട്. ഭയങ്കര രസമാണ് പാപ്പിയമ്മയെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചിരി, പല്ലില്ലാണ്ട് ചിരിക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നതല്ല. പാടത്തും പറമ്പിലും ഒക്കെ കിടന്ന് പണിയെടുക്കുന്നതൊക്കെ നാട്ടുകാർ പറഞ്ഞു. പാപ്പിയമ്മ ചെയ്യുന്ന ആക്ടിവിറ്റി ഫോളോ ചെയ്തും കണ്ടു. അങ്ങനെ പാപ്പിയമ്മയുടെ ഒരു ഷൂട്ട് ചെയ്തു. ഒരു ദിവസം ഫുള്ളായിട്ട് പാപ്പിയമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്തു ഞാനും എൻ്റെ ക്രൂ. ഷൂട്ട് കഴിഞ്ഞിട്ട് പാപ്പിയമ്മയുടെ അടുത്ത് റാൻഡമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പാപ്പിയമ്മ താമസിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓലപ്പുര എന്ന് പോലും പറയാൻ പറ്റില്ല. അതേപോലെ ഒരു 4 ഷീറ്റും മുകളിലൊരു ടാർപ്പൊക്കെ കെട്ടിയേക്കുന്ന ഒരു വീട്ടിലാണ്. അപ്പോൾ പാപ്പിയമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ പാപ്പിയമ്മ പറഞ്ഞു, എനിക്ക് ഈ വീടിന്, അത് വീടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഈ വീടിനൊരു ഒരു കതക് വേണം. അതാണ് പാപ്പിയമ്മയുടെ ആഗ്രഹം. ഒരു കതക് മേടിച്ചു കൊടുക്കാനൊക്കെ എനിക്കും പറ്റും, പക്ഷേ ഒന്നതിനെ ഒന്ന് വലുതാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അങ്ങനെ ബോച്ചയുടെ ചാരിറ്റബിൾ ആപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ് സഡൻ റെസ്പോൺസ് ആയിരുന്നു. എന്നിട്ട് ബോച്ചെ എന്നെ വിളിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ പാപ്പിയമ്മയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നു. വീട് കണ്ട് പുള്ളിയും അന്തം വിട്ടുപോയി. പുള്ളി വന്നിട്ട് കതകിന് പകരം പുള്ളി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒത്തിരി നിയമ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ലാൻഡ് ആക്ച്വലി പാപ്പിയമ്മയുടെ അല്ലായിരുന്നു. അത് മേടിച്ചു കൊടുത്തു. വീട് മാത്രമല്ല, ഞാനെന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. നമ്മളെപ്പോലൊരു നിസ്സാരനായ ഒരു ഫോട്ടോഗ്രാഫർ അതിനൊരു കാരണമായി ബോച്ചെ പോലൊരു ഒരാൾ വന്നിട്ട് പുള്ളിക്കാരിക്ക് ഒരു വീട് വെച്ച് കൊടുത്തില്ലേ. സ്വന്തമായൊരു വീട്ടിൽ ആണ് പാപ്പിയമ്മ മരിക്കുന്നത്. സ്വന്തം വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ ഒപ്പം നമ്മൾ നിൽക്കണം. അത് അവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. താങ്ക് യു ബോച്ചെ. ബൈ.